ജർമ്മനിയിലെ വിൽസ്നേക്ക് വില്ലേജിൽ 1383 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഹെൻറിച്ച് വോൺ ബുലോ രാജാവ് 1383 ജർമ്മനിയിലെ വിൽസ്നേക്ക് ഗ്രാമം ആക്രമിക്കുകയും കവർച്ച ചെയ്യുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ഇവിടുത്തെ ഇടവക പള്ളിയും അഗ്നിക്കിരയായി. പള്ളിക്കുള്ളിൽ സക്രാരിയിലുണ്ടായിരുന്ന കൂദാശ ചെയ്ത 3 തിരുവോസ്തികൾ മാത്രം യാതൊന്നും സംഭവിക്കാതെ നിലനിന്നു. ഈ തിരുവോസ്തിയിൽ നിന്ന് തുടർച്ചയായി രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. രാജാവായിരുന്ന ദിയട്രിക് ബോണിന് തിരുരക്തം ഒഴുകിക്കൊണ്ടിരുന്ന ഈ തിരുവോസ്തികളെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. ഒരപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ക്രിസ്ത്യാനിയായ രാജഭടൻ രാജാവിനോട് ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ വിശ്വസിച്ചാൽ കാഴ്ച തിരികെ കിട്ടുമെന്ന് പറഞ്ഞു. ആദ്യം രാജാവ് വിസമ്മതിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ദിവ്യ അത്ഭുതത്തിലുള്ള വിശ്വാസക്കുറവിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ഈ വാർത്ത അതിവേഗം എല്ലായിടത്തും വ്യാപിച്ചു. പോപ്പ് യൂജിൻ നാലാമൻ 1447 ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി പ്രഖ്യാപിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചൊരിയുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആ വിശ്വാസം വഴി ഞങ്ങൾ ശരീരത്തിലും ആത്മാവിലും സൃഷ്ടിച്ച മുറിവുകളും രോഗങ്ങളും വിശ്വാസത്തിൻ്റെ കൃപ നൽകി സൗഖ്യമാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.